ചെയ്യാം. Breathe, breathe out. ഈ ഒരു നിമിഷവും നിങ്ങളുടെ ബ്രീത്തിനെ യാതൊരുവിധ പോറലുമില്ലാതെ നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റിയതിനെ ആത്മാർത്ഥമായി ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ചു തരാവുന്നതാണ്. അൽഹംദുലില്ലാ, എല്ലാവരും തിരിച്ചു വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യൂ. എല്ലാവരും തിരിച്ചെത്തിയോ? ഇൻഷാ അല്ലാ. അപ്പൊ നമുക്ക് നമ്മളുടെ ഇന്നത്തെ മനോഹരമായ ഒരു കുഞ്ഞ് ടോക്കിലേക്ക് വരാം അല്ലേ? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സന്തോഷം തേടിക്കൊണ്ടിരിക്കുന്ന ഒരു യാത്രയിലാണല്ലേ? ഇങ്ങനെ ഈ സന്തോഷം തേടിക്കൊണ്ടിരിക്കുന്ന ഒരു യാത്രയിൽ സന്തോഷങ്ങൾ നമ്മളുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാനും കൂടി നമ്മുടെ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി നമ്മൾ സഹായിക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? കാരണം നമ്മൾക്ക് ലഭിച്ച സന്തോഷങ്ങളെ, നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ നമ്മൾ ഒരു നിമിഷം അത് ഇല്ലാത്തൊരവസ്ഥയിൽ ഫീൽ ചെയ്ത് അത് ലഭിച്ച ആ ഒരു ആനന്ദത്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് തികച്ചും അതിനെ റിയലൈസ് ചെയ്യാനും അത് ലഭിച്ചപ്പോഴുള്ള ആനന്ദത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും വേണ്ടി സാധിക്കുന്നുണ്ടാവും. നമ്മൾക്ക് ഓരോ ദിവസത്തിലും ഉള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഈ ഒരു ദിവസവും നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു നിമിഷവും നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ജീവന്റെ, നമ്മുടെ ആയുസ്സിന്റെ വാല്യൂ നമുക്ക് എപ്പോഴാണ് തിരിച്ചറിയാം? നമ്മൾക്ക് ഏതെങ്കിലും ഒരു അപകടത്തിൽ പെട്ടാലായിരിക്കുമല്ലേ നമുക്ക് തിരിച്ചറിയാം. നമ്മള് സാമ്പത്തികമായിട്ടോ അതല്ലെങ്കിൽ ഫിസിക്കലായിട്ടോ അതല്ലെങ്കിൽ മെന്റലി ആയിട്ടോ അതുമല്ലെങ്കിൽ റിലേഷൻഷിപ്പിലോ അതല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലോ അങ്ങനെ എവിടെയോ നമ്മളുമായി കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഏത് മേഖലയിലായിക്കോട്ടെ നമ്മൾക്ക് പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല വിഷമത്തിലായിരിക്കും അല്ലേ? അങ്ങനെ നമ്മൾ ആ നല്ല വിഷമത്തിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, നമ്മൾ ആ വിഷമത്തിലാണ് നമ്മൾ ഓരോ നിമിഷവും നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഏത് സിറ്റുവേഷനിലായാലും, അവസ്ഥകളിൽ ഏത് അവസ്ഥയിലാണെങ്കിൽ പോലും എല്ലാത്തിനും വരുന്ന റിസൾട്ട് എന്തായിരിക്കാം? വിഷമം, സങ്കടം, പ്രയാസം എന്നുള്ളതൊക്കെ തന്നെ ആയിരിക്കും അല്ലെ? അത് ശാരീരികമായാലോ മാനസികമായാലോ സാമ്പത്തികമായാലോ ഫിസിക്കലായാലോ മെന്റലി ആയാലോ ഏതാണെങ്കിൽ ഇവിടെ നമുക്ക് ഈ 5 വിഷയങ്ങൾ കൊണ്ട്, ഈ 5 പോയിന്റ്സുകൾ കൊണ്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് നാം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഓർത്തുകൊണ്ടായിരിക്കാം നമ്മൾ കൂടുതൽ ജീവിക്കുക. ഒന്നുകിൽ കഴിഞ്ഞു പോയ സങ്കടങ്ങളെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഇനി ഭാവിയിൽ എന്തായി പോവും എന്നുള്ളതിനെ കുറിച്ചിട്ട്. എന്നാൽ ഈ ഒരു നിമിഷത്തിലും ഞാനും നിങ്ങളും ജീവിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ചിട്ട് ഓർത്ത് ആനന്ദിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഈ ഒരു നിമിഷവും എന്നിൽ എൻ്റെ ശ്വാസത്തിന് ഒരു തടസ്സവും ഇല്ലാതെ ഞാൻ എൻ്റെ ബ്രീത്ത് ഇന്നും ബ്രീത്ത് ഔട്ടും ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് ഓർക്കാനോ അതിൽ നമുക്ക് യഥാർത്ഥമായിട്ടുള്ളൊരു ആനന്ദം കണ്ടെത്താനോ നമ്മളിപ്പോൾ പറ്റുന്നില്ല. നമ്മൾ ഈ ഒരു പ്രയാസത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രയാസത്തിലൂടെ, ഈ പറയപ്പെട്ട 5 സിറ്റുവേഷനിലൂടെയുള്ള ഏത് പ്രയാസങ്ങളിലൂടെ ആയിക്കോട്ടെ, ഈ ഒരു പ്രയാസത്തിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്പോട്ടിന് നമ്മളൊരു ഇൻസിഡന്റിൽ പെടുകയാണ്. ജസ്റ്റ് നമ്മളൊന്ന് വിചാരിക്കാം, നമ്മളൊരു യാത്രയിലാണ്, ഒരു വണ്ടിയിലാണ്, ആ വണ്ടി ഒന്ന് അപകടത്തിൽ പെടുന്നു എന്ന് വിചാരിക്കാം. ആ വണ്ടി ഒന്ന്
അപകടത്തിൽ പെടുന്നുണ്ട് എന്ന് വിചാരിക്കാം. ആ വണ്ടി ഒന്ന് അപകടത്തിൽപ്പെട്ട് വണ്ടി ചിലപ്പോൾ ചില ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചത് കാണുമ്പോൾ നമ്മൾ കാണാറില്ലേ, വണ്ടി കണ്ടാൽ അതിൽ നിന്ന് ഒരൊറ്റൊരെണ്ണത്തിന് ആയുസ് ബാക്കി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ കാണാറില്ല. എന്നിട്ടോ നോക്കുമ്പോൾ അതിൽ നിന്നുള്ള ഒരു മനുഷ്യനിക്ക് പോലും ഒരു അപകടവും പറ്റാത്ത രീതിയിൽ രക്ഷപ്പെട്ടതും കാണാറില്ല. അതേസമയം ഒന്നും മെല്ലെ സൈക്കിൾ ഓട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ചെരിഞ്ഞു വീണാൽ തന്നെ ചിലപ്പോൾ കൈയും കാലും ഒടിയുന്നതും നമ്മൾ കേൾക്കാറും കാണാറുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ അത്രയും നമ്മൾ ആ ഒരു സങ്കടത്തിലൂടെ പ്രയാസത്തിലൂടെ നമ്മൾ ആ ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വണ്ടി അങ്ങോട്ട് ഒരു ആക്സിഡന്റിൽ പെടുന്നു. ആ വണ്ടി ഒരു ആക്സിഡന്റിൽ പെടുന്നു എന്ന് മാത്രമല്ല, ചിലപ്പോൾ ആ വണ്ടി അത്രമാത്രം അഗാധമായ ഒരു ആക്സിഡന്റിലായിരിക്കാം. പക്ഷേ റബ്ബിന്റെ ഭാരമായ അനുഗ്രഹം കൊണ്ട് നമ്മൾക്ക് ആ വണ്ടിയിലുണ്ടായി ഒരു മനുഷ്യർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. ഒന്നും സംഭവിച്ചിട്ടില്ല. ഇങ്ങനെ ഒന്നും സംഭവിക്കാതെ ആ വണ്ടിയിൽ നിന്നും നമ്മൾ താഴെ ഇറങ്ങി ഒന്ന് നോക്കുന്ന സമയത്ത് ആത്മാർത്ഥമായി വിളിക്കുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. ആത്മാർത്ഥമായി പറയുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഓരോരുത്തരും ആ യാത്ര പോയിക്കൊണ്ടിരുന്നത് വിഷമത്തിലാണ്, സങ്കടത്തിലാണ്, പ്രയാസത്തിലാണ്. ആ സമയത്ത് നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് പോലും ആ പ്രയാസത്തിനിടയിൽ നിന്നുകൊണ്ട് ആത്മാർത്ഥമായി പറയാൻ പറ്റിയിട്ടില്ല. എന്നും എനിക്ക് മാത്രം എന്തിങ്ങനെ സങ്കടം, എന്നും എനിക്ക് മാത്രം എന്തിങ്ങനെ പ്രയാസം, ഞാൻ എത്ര പണിയെടുത്താലും എനിക്ക് എന്തേ ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റാത്തേ, എൻ്റെ സാമ്പത്തിക പദ്ധതി എന്തുകൊണ്ട് എനിക്ക് മെച്ചപ്പെടുത്താൻ വേണ്ടി പറ്റാത്തേ, എൻ്റെ ആരോഗ്യം എന്തുകൊണ്ട് എനിക്ക് വീണ്ടെടുക്കാൻ പറ്റുന്നില്ല, ഞാൻ എത്ര ഡോക്ടർമാരുടെ അടുത്ത് പോയി മെഡിസിൻ കഴിച്ചിട്ടും എന്തുകൊണ്ട് ഒരു രോഗം മാറുന്നില്ല, ഞാൻ എത്ര തന്നെ സ്നേഹത്തോടെ ഞാൻ എൻ്റെ ഇണകളോട് പെരുമാറിയാലും തിരിച്ച് ഇങ്ങോട്ടേക്ക് എന്തുകൊണ്ട് എനിക്ക് സ്നേഹം കിട്ടുന്നില്ല, ഞാൻ എൻ്റെ പാരൻസിൻ്റെ അടുത്ത് എത്ര തന്നെ സ്നേഹം കൊടുത്താലും തിരിച്ചവരെന്തേ എന്നെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നില്ല, ഞാൻ എൻ്റെ മക്കളുടെ അടുത്ത് എത്ര സ്നേഹം കൊടുത്താലും മക്കൾ എന്തേ എന്നെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നില്ല. ഇങ്ങനെ ഉള്ള സങ്കടത്തിലും വിഷമത്തിലും പ്രയാസത്തിലും നമ്മൾ പോയിക്കൊണ്ടിരിക്കെ ഈ ഒരു ഇൻസിഡന്റിൽ, ഈ ഒരു അപകടത്തിൽ നമ്മൾ പെട്ടപ്പോഴും നമ്മുടെ സാഹചര്യം മാറിയിട്ടില്ല, നമ്മുടെ സിറ്റുവേഷൻസ് മാറിയിട്ടില്ല, ഒന്നും മാറിയിട്ടില്ല. പക്ഷെ നമുക്ക് ആത്മാർത്ഥമായ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ വേണ്ടി പറ്റി. എന്തുകൊണ്ടാണ് നമുക്ക് ആത്മാർത്ഥമായി ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ വേണ്ടി പറ്റിയത്? അവിടെ ആ വണ്ടി ആക്സിഡന്റിൽ പെടുന്നു, പക്ഷെ നമ്മൾക്ക് ആർക്കും ഒന്നും സംഭവിക്കുന്നില്ല. നമ്മൾ അത്രയും പെർഫെക്റ്റ് ആയിക്കൊണ്ട് തന്നെ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, അത് തന്നെയല്ലേ ഈ നിമിഷവും നമ്മൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുള്ളത്? അത് തന്നെയല്ലേ ഈ നിമിഷവും ഞാനും നിങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുള്ളത്? അന്ന് നമ്മൾ ആ ഒരു വണ്ടി ആക്സിഡന്റിൽ പെട്ട് അവിടെ നിന്നും നമ്മൾക്ക് രക്ഷപ്പെട്ടപ്പോൾ നമ്മൾ ഒരു ആത്മാർത്ഥമായി ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സെക്കൻഡും ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നതിന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത് ആ ആത്മാർത്ഥമായ ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയല്ലേ? ഈ ഒരു നിമിഷവും ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നതിനുള്ള ഏറ്റവും നല്ല ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾക്ക് ഓരോ സെക്കൻഡുകളും നമുക്ക് അർപ്പിക്കേണ്ടതില്ല. നമ്മുടെ മുന്നിൽ നിന്ന് നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടു പോവുമോ എന്ന് ഭയന്ന് പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ ഇല്ല, എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് തിരിച്ചറിവ് വന്നപ്പോ, ആ തിരിച്ചറിവിലേക്ക് വന്നപ്പോൾ നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ നിമിഷവും നമ്മൾ ആ ഒരു തിരിച്ചറിവിലൂടെയല്ലേ പോയിക്കൊണ്ടിരിക്കേണ്ടത്. നമ്മൾ ഒരു ദിവസത്തിൽ എത്ര യാത്ര ചെയ്യുന്നുണ്ട് അല്ലേ? ആ സമയത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എത്ര വാഹനങ്ങൾ നമ്മുടെ വാഹനത്തുമായി കടന്നു പോകുന്നുണ്ട്. ഈ വാഹനങ്ങളെല്ലാം നമ്മുടെ വാഹനത്തെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അതല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിന്റെ എതിർവശത്തേക്ക് പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അതല്ലെങ്കിൽ നമ്മൾ ഓവർടേക്ക് ചെയ്ത് കൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വാഹനത്തിലേക്ക് ഏതെങ്കിലും വാഹനം വന്ന് തട്ടിയിട്ടുണ്ടോ? ഇല്ല. ഒരുപാട് കിലോമീറ്റർ താണ്ടിയപ്പോൾ, ഒരു 10-15 കിലോമീറ്റർ അങ്ങോട്ട് യാത്ര ചെയ്തപ്പോൾ, അതല്ലെങ്കിൽ ഒരു 50 കിലോമീറ്റർ യാത്ര ചെയ്തപ്പോഴാണ് നമ്മുടെ വണ്ടി പോയി ഒന്ന് കൊക്കയിലേക്ക് മറിയുകയോ വേറെ വണ്ടിയിലേക്ക് പോയി അപകടത്തിൽപ്പെടുകയോ ചെയ്തത് അല്ലേ? അപ്പൊ ഈ അപകടത്തിൽ പോയി പെടുന്നത് വരെ നാം ആണ് അവിടെ ഡ്രൈവ് ചെയ്ത് കൊണ്ട് പോയിട്ടുള്ളതെങ്കിലും, നമ്മുടെ കയ്യിലാണ് അതിന്റെ കൺട്രോൾ ഉള്ളതെങ്കിലും, ഇവിടെയും നമ്മുടെ കയ്യിൽ തന്നെ ആയിരുന്നില്ല ആ സമയത്തും കൺട്രോൾ. നമ്മൾ ഈ ഒരു ആക്സിഡന്റിൽ പെടുമ്പോഴും കൺട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ തന്നെ ആയിരുന്നില്ലേ? എന്നിട്ടും നമ്മുടെ കയ്യിൽ നിന്ന് എന്തുകൊണ്ട് കൺട്രോൾ നഷ്ടപ്പെട്ടു? അങ്ങനെയാണെങ്കിൽ ഇതുവരെ ഞാനാണ് കൺട്രോൾ ചെയ്ത് ഈ വണ്ടിയെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോയത് എന്ന് ഞാനും നിങ്ങളും പറയുന്നുണ്ടെങ്കിൽ, അതുവരെ ആ റോഡിൽ നിന്ന് മറ്റു വാഹനങ്ങൾ വന്നിട്ടില്ലേ? ആ വാഹനങ്ങളൊന്നും നമ്മുടെ വണ്ടിയിലേക്കൊന്ന് തട്ടാതെ മുട്ടാതെ കൊണ്ടുപോയത് ആരുടെ കഴിവാണ്? ഇത് നമ്മുടെ ഇലാഹിന്റെ കഴിവ് മാത്രം. ഇനി ഇപ്പൊ നമ്മൾ ഒരു ആക്സിഡന്റിൽ പെട്ടു,
പക്ഷെ വണ്ടി കണ്ടാൽ മുഴുവൻ ആളും നഷ്ടപ്പെട്ടിരിക്കും എന്നുള്ളൊരവസ്ഥയിലാണെങ്കിൽ, നെക്സ്റ്റ് വൺ നമുക്ക് വേറൊരു ഉദാഹരണം കൂടി പറയാം. നമ്മൾ യാത്ര ചെയ്തുകൊണ്ട് ഇത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുട്ടിയില്ല എന്നുള്ളൊരവസ്ഥയിൽ ഒരു വലിയ ഏതോ വണ്ടിയിലേക്ക് പോയി തട്ടുന്നതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. ഉം. ഇങ്ങനെ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പൊ പറയും അൽഹംദുലില്ലാ, എന്തോ എനിക്കതിന്റെ ബ്രേക്ക് ആ സമയത്ത് കിട്ടി, അല്ലെങ്കിൽ എന്തോ എനിക്ക് ആ സമയത്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റി. അല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ എന്ത് സംഭവിക്കുമായിരുന്നു? അല്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ എന്ത് സംഭവിക്കുമായിരുന്നു? സത്യത്തിൽ ആ സമയത്ത് ബ്രേക്ക് കിട്ടിയതോ കൺട്രോൾ കിട്ടിയതോ ആ സമയത്ത് മാത്രമേ ആ ബ്രേക്കും കൺട്രോളും നമ്മുടെ കയ്യിൽ കിട്ടിയത് നമ്മൾ ഫീൽ ചെയ്യുന്നുള്ളൂ. ഇത് ഇത്രയും മണിക്കൂറുകൾ നമ്മൾ ഡ്രൈവ് ചെയ്തപ്പോൾ ആ ബ്രേക്കും ആ കൺട്രോളും നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടായത് കൊണ്ടല്ലേ നമുക്ക് ഇത്ര കിലോമീറ്റർ നമുക്ക് ഓടാൻ വേണ്ടി പറ്റിയത്. അവസാനം ഒരു വണ്ടിയുടെ ആക്സിഡന്റ് ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് എത്തിയപ്പോ അവിടുന്ന് നമുക്ക് രക്ഷപ്പെടുത്തിപ്പിക്കാൻ വേണ്ടി പറ്റിയപ്പോൾ മാത്രമാണോ നമ്മുടെ കൺട്രോളിൽ ഉണ്ടായത്? പക്ഷെ അതുവരെ നമ്മുടെ കൺട്രോളിലായിരുന്നു എന്നുള്ളതിനെ നമ്മൾ റിയലൈസ് ചെയ്തില്ല, നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഞാൻ ഈ പറഞ്ഞു വന്ന രണ്ട് ഉദാഹരണങ്ങളും നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചതായിരിക്കാം അല്ലെ? വണ്ടിയിൽ നമ്മൾ യാത്ര ചെയ്യുന്ന വ്യക്തികളാണോ ആണെങ്കിൽ നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവാം. ചിലപ്പോൾ കൊക്കയിലേക്ക് മറിഞ്ഞ് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവില്ല, വേറെ വണ്ടിയിലേക്ക് തട്ടിയിട്ട് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷെ എന്തായിട്ടുണ്ടാവാം, ഇതുപോലെ സ്പോട്ടിന് എൻ്റെ കൺട്രോളിലേക്ക് കിട്ടി. അതല്ലെങ്കിൽ ആ ഡ്രൈവർ സമ്മതിക്കണം. ആ ബസ് അങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ഡ്രൈവർ അങ്ങനെ വന്ന് കൺട്രോളിൽ പോയിട്ടില്ലായിരുന്നെങ്കിൽ ആ MP ലോറിയിലേക്ക് നമ്മുടെ ഈ വണ്ടി അടിച്ചേനെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആർക്ക് അപ്രിഷ്യേറ്റ് കൊടുക്കുന്നുണ്ട്? ആ ഡ്രൈവർക്ക് നമ്മൾ അപ്രിഷ്യേറ്റ് കൊടുക്കുന്നുണ്ട്. കൊടുക്കണം, കൊടുക്കണ്ടെന്നല്ല. പക്ഷേ ആ ഡ്രൈവറെ കൊണ്ടും ഇത് ചെയ്യിപ്പിച്ച ഒരാൾ നമ്മുടെ മുകളിൽ ഇരിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ ആ സമയത്ത് അൽഹംദുലില്ലാ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു വണ്ടി ഓടിച്ചു കൊണ്ടിരിക്കുന്ന ആ ഡ്രൈവറെ നമ്മൾ മനസ്സിൽ കണ്ട് ആ ഡ്രൈവർക്ക് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ ആ ഒരു ഫീലോട് കൂടിയിട്ടെങ്കിലും നാം നമ്മുടെ ഇലാഹിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തിട്ടുണ്ടോ? കൊടുക്കാറുണ്ടോ? നിങ്ങളിപ്പോ കൊടുക്കുന്നുണ്ടാവാം. നമ്മുടെ ഈ ഒരു അവസ്ഥയിൽ കുറച്ച് കാലങ്ങളായല്ലോ ഓടിക്കൊണ്ടിരിക്കണം. എന്നാലും ഞാൻ പറയുന്ന ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ, ഞാൻ ഈ പറയുന്നത് നിങ്ങളോടല്ല, ഞാൻ എന്നോടാണ്. നമ്മുടെ ഉള്ളിൽ നമുക്ക് തന്നെ നമ്മൾ എത്രമാത്രം ഇലാഹിലേക്ക് കണക്റ്റഡ് ആണ് എന്ന് നമുക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനും വേണ്ടി പറ്റും. ഇൻഷാ അല്ലാഹ് പറ്റട്ടെ. അള്ളാഹു അത് സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇവിടെ ഞാൻ ഈ പറഞ്ഞ ഉദാഹരണം എൻ്റെ ലൈഫിലൂടെ പോയതും കൂടിയാണ്. അപ്പൊ നമുക്കത് ഒന്ന് റിയലൈസ് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് പറ്റും. നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു ബസ്സിന് അങ്ങോട്ട് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ വണ്ടി അങ്ങോട്ട് എടുത്തു. ഓവർടേക്ക് ചെയ്യാൻ ബസ്സാണോ വലിയതോ ലോറിയാണോ എന്നുള്ളതിന്റെ മെമ്മറിയിൽ അത്രക്കില്ല. അവിടെ നിന്ന് ഓവർടേക്ക് ചെയ്യാൻ എടുത്തു കഴിയുമ്പോഴാണ് ഓപ്പോസിറ്റ് നിന്ന് ഭയങ്കര സ്പീഡിൽ വരുന്ന ഒരു MP ലോറിയെ കാണുന്നത്. എനിക്ക് ഇങ്ങോട്ട് ഇനി ഇതിന്റെ പിന്നിലേക്ക് കയറാനും പറ്റില്ല, കാരണം പുറകെ തൊട്ട് പിന്നിൽ വേറെ വാഹനം, ഈ ബസ്സിന്റെ പിന്നിൽ ഞാൻ ഓവർടേക്ക് ചെയ്തതോടുകൂടി ഇതിന്റെ പിന്നിൽ വേറെ വാഹനമായും ചെയ്തു. എനിക്ക് ഇങ്ങോട്ട് കൂടാനുമല്ല, അങ്ങോട്ട് ഇനി പാസ്സാവാനും പറ്റില്ല. ഇപ്പോഴത്തെ സൈഡാണെങ്കിൽ വലിയ ഒരു കുഴിയുമാണ്, റൈറ്റ് സൈഡിലേക്ക് അങ്ങോട്ട് പോവുകയാണെങ്കിൽ വലിയൊരു കുഴിയുമാണ്. പക്ഷെ എന്തോ അറിയില്ല, ഞാൻ ഇവിടെ നിന്ന് വരുന്ന ഈ വണ്ടിയുടെ നേരെ നിന്ന് തന്നെ ഞാൻ എൻ്റെ കാറിനെ ഞാൻ എടുത്ത് അപ്പുറത്തെ സൈഡിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി. ഞാൻ തീർന്നു, ഇല്ല അവിടെ കുഴിയിലേക്ക് മറിഞ്ഞു എന്ന് ഞാൻ വിചാരിച്ച് ഞാൻ എൻ്റെ കണ്ണൊന്ന് പൊട്ടി. പക്ഷെ കണ്ണ് തുറന്നു നോക്കുമ്പോഴത്തേക്കും എൻ്റെ വണ്ടി അവിടെ ബ്രേക്ക് ചവിട്ടി അവിടെ നിന്നിട്ടുണ്ട്. എൻ്റെ വണ്ടി അവിടെ ബ്രേക്ക് ചവിട്ടി അവിടെ നിന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ വിചാരിച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ ആ ഒരു ബ്രേക്സ് ഒന്നും ചവിട്ടാൻ പറ്റിയിട്ടില്ലായിരുന്നെങ്കിലോ. ഇല്ല, ഞാൻ ആ സമയത്ത് വിചാരിച്ചു ഞാനല്ല ആ സമയത്ത് ബ്രേക്ക് ചവിട്ടിയത്. ഞാൻ ആ സമയത്ത് കണ്ണടച്ചിരുന്നതാണ്, എനിക്കിത് കാണാൻ പറ്റാത്തത് കൊണ്ട്. പക്ഷേ ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി മലായികങ്ങളെ ഇറക്കിയതാവാം. എന്തോ അള്ളാഹു അല നമുക്കറിയില്ല. പക്ഷേ നമ്മൾ അള്ളാഹു രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ നമുക്കറിയുള്ളൂ. അവിടെ നിന്ന് ആ കുഴിയിലേക്ക് വീഴാതെ ആ റോഡിന്റെയും കുഴിയുടെയും കറക്റ്റ് ഗ്യാപ്പ്, ചെറിയൊരു ആ റോഡിന്റെ സൈഡിലുള്ള ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ, അവിടെ അങ്ങോട്ട് വണ്ടി നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പൊ അങ്ങനെ നമ്മൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടും. നമ്മൾ ഡ്രൈവ് ചെയ്യണം എന്നില്ല,
നമ്മൾ യാത്ര ചെയ്യുന്നവരല്ലേ. നമ്മൾ പോകുന്ന ബസ്സാണെങ്കിലോ നമ്മൾ പോകുന്ന കാറാണെങ്കിലോ അവിടെ ആരാണോ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുന്നത് അതിൽ നിന്ന് നമ്മൾ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ ഇതുപോലെ രക്ഷപ്പെട്ടിട്ടുണ്ടാവും, ഇല്ലേ? അപ്പൊ ഇങ്ങനെ ആ രക്ഷപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് വന്നിരിക്കുന്ന ഒരു ആനന്ദം, ആ ഒരു ആനന്ദം തന്നെയല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഓരോ സെക്കൻഡുകളും നമ്മൾ കാണേണ്ടത്. ഓരോ സെക്കൻഡും നമ്മൾ ഇപ്പോഴും ഈ ഒരു സെക്കൻഡെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ ബ്രീത്തിനൊരു തടസ്സം വരാത്തത് കൊണ്ടല്ലേ. അപ്പൊ ഇൻഷാ അള്ളാ നമുക്ക് ഓരോ സെക്കൻഡും നമുക്ക് നമ്മുടെ ഇലാഹിലേക്ക് കണക്ഷൻ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് വരുന്ന എത്ര വലിയ സങ്കടം ആയിക്കോട്ടെ, രോഗമായിക്കോട്ടെ, അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി ആയിക്കോട്ടെ, അതല്ലെങ്കിൽ അങ്ങനെ ഏത് തരത്തിൽ വരുന്ന പ്രയാസങ്ങളോ ബുദ്ധിമുട്ടോ ആയിക്കോട്ടെ, നമുക്ക് ഈ ഒരു നിമിഷവും നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള ഒരൊറ്റ കാര്യം ഓർത്താൽ പോരെ നമുക്ക് സന്തോഷിച്ചിരിക്കാൻ. നമ്മൾ ഈ ഒരു നിമിഷവും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള ഒറ്റ ഒരു കാരണം മതി നമുക്ക് സന്തോഷിച്ചിരിക്കാൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞതിനെ ഓർത്ത് സങ്കടപ്പെടേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ നാളെ എന്താവും എന്നതിനെ കുറിച്ചിട്ട് ആശങ്കപ്പെടേണ്ടതും ആവശ്യമുണ്ടോ? നമുക്ക് റബ്ബ് തന്നിരിക്കുന്നത് ഇന്നലെ നമ്മളിൽ നിന്ന് ഇന്നലെ കഴിഞ്ഞുപോയി. ഇന്നലെ മാത്രമല്ല, നിങ്ങൾ ഇന്ന് നമ്മളുടെ ഈ ഒരു സൂം ലിങ്കിൽ കയറിയ ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ഒരു ടൈം നമുക്ക് തിരിച്ചു കിട്ടുമോ? അത് പാസ് ഔട്ടായി പോയത് തന്നെയല്ലേ. ഇനി ഇന്നലെയുള്ള ദിവസം കിട്ടുമോ? ഞാൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞ ഓരോ വാക്കുകളും ആ അക്ഷരം എൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് വന്ന് പോയി കഴിഞ്ഞാൽ വീണ്ടും നമുക്കത് അതിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ആ ഒരു കഴിയലോട് കൂടി അതങ്ങോട്ട് ഫിനിഷ് ആയല്ലേ. ഇനി നാളെ എന്താവും നമുക്കറിയോ? നാളെ എന്താവും എന്ന് വിചാരിച്ചു കൊണ്ട് നാം ആശങ്കപ്പെടുമ്പോൾ ആ നാളെയിൽ ഞാനോ നിങ്ങളോ ഉണ്ടാവുമോ എന്ന് നമുക്കറിയോ? ഞാനും നിങ്ങളും ഉണ്ടാവും എന്ന് എനിക്കും നിങ്ങൾക്കും ഉറപ്പില്ലാത്ത നാളെയെ കുറിച്ച് ഓർത്ത് നമ്മൾ എന്തിന് പ്രയാസപ്പെട്ടിട്ട് ഇപ്പോ ഈ സെക്കൻഡിൽ ഞാനും നിങ്ങളും ഉണ്ട്. ഈ ഒരു നിമിഷത്തിൽ ഞാനും നിങ്ങളും ഉണ്ട്. ആ ഉള്ളതിനെ ഓർത്ത് നമ്മൾ സന്തോഷിച്ചൂടെ? ആ ഉള്ളതിൽ നമുക്ക് ആനന്ദം കണ്ടെത്തിക്കൂടെ? ആ ഉള്ളതിൽ അങ്ങോട്ട് ആനന്ദം കണ്ടെത്തി ഉള്ളതിൽ അങ്ങോട്ട് സന്തോഷിച്ച് ഉള്ളതിൽ അങ്ങോട്ട് ജീവിച്ചൂടെ നമുക്ക്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നലെയെക്കുറിച്ച് സങ്കടപ്പെടാനോ നാളെയെക്കുറിച്ച് ആശങ്കപ്പെടാനോ പറ്റുമോ? കാരണം നമ്മൾ ഇപ്പോഴാണ് ഈ നിമിഷത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഓരോ നിമിഷങ്ങളിൽ നമ്മൾ ജീവിക്കാൻ നോക്കുക. ഓരോ സെക്കൻഡുകളിലേക്ക് നമ്മൾ ജീവിക്കാൻ വേണ്ടി നോക്കുക. ഓരോ മിനിറ്റുകളിലൂടെയും നമ്മൾ ജീവിക്കാൻ വേണ്ടി നോക്കുക. ഓരോ മണിക്കൂറുകളിലൂടെയും നമ്മൾ ജീവിക്കാൻ വേണ്ടി നോക്കുക. ഇങ്ങനെ നമ്മൾ ജീവിക്കുന്നത് ആ ഒരു സമയത്തിലൂടെ മാത്രമായിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സന്തോഷം കണ്ടെത്താൻ വേണ്ടി പറ്റും. നമുക്ക് വരുന്ന പ്രയാസങ്ങളൊന്നും നമുക്ക് പ്രയാസമായി ഫീൽ ആവില്ല. കാരണം നമ്മൾ ഇപ്പോഴും ആനന്ദത്തിലാണ്. എന്തുകൊണ്ട്? ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് ഞാൻ സന്തോഷിക്കാനുള്ള ഏക കാരണം. ആ ഒരൊറ്റ കാരണം കൊണ്ട് നമുക്ക് സന്തോഷിക്കാം. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത് മാത്രമാണല്ലേ. ഞാനിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്നതിന് അതിന് ആരാണ് നമ്മൾക്ക് ആ ഒരു ബ്രീത്ത് തരുന്നുള്ളത്? ആരാണ് നമ്മളെ ബ്രീത്ത് ഔട്ട് ചെയ്യിപ്പിക്കുന്നുള്ളത്? നമ്മുടെ ബ്രീത്ത് ഒന്ന് അകത്ത് പോയപ്പോൾ തന്നെ അത് അവിടെ തീർന്നാലോ? അത് നമുക്ക് പുറത്ത് കളയാൻ പറ്റിയിട്ടില്ലെങ്കിലോ? നിങ്ങളൊന്ന് നോക്കി നോക്കി, ഒന്ന് ബ്രീത്ത് ഉള്ളിലേക്ക് മാത്രം ഒന്ന് എടുത്തു നോക്കി, കുറച്ച് സമയം പുറത്ത് കളയാൻ പറ്റാതെ ഒന്ന് പിടിച്ചു നോക്കി. എത്ര സമയം പറ്റുന്നുണ്ട് നമുക്ക് അങ്ങനെ നിൽക്കാൻ? അകത്തേക്ക് മാത്രം, പുറത്തേക്കില്ല. അങ്ങനെ ഒന്ന് നിന്ന് നോക്കൂ. എത്ര സമയമാണോ നമ്മൾ അകത്തേക്ക് മാത്രമായിട്ട് പിടിച്ചു നിന്നത് അതിന്റെ അതേ തോതിൽ അങ്ങോട്ട് പുറത്തേക്ക് പോകുമ്പോഴുള്ള സ്പീഡിൽ അങ്ങോട്ട് പോയി ഫീൽ ആയിട്ടുണ്ടാവും അല്ലെ. നമ്മൾ നോർമലി ശ്വാസം എടുത്തതുപോലെയാണോ നിങ്ങൾ കുറച്ച് സമയം ഹോൾഡ് ചെയ്തപ്പോൾ അത് പുറത്തേക്ക് വിട്ടപ്പോൾ പോയത്? ഒന്ന് സ്പീഡിൽ അങ്ങോട്ട് പുറത്തേക്ക് ചാടിയില്ലേ? ഇല്ലേ? ഫീൽ ചെയ്യാൻ പറ്റിയോ? മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയോ? നമ്മളൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ചപ്പോൾ നമ്മളിപ്പം ഒരു ടാപ്പിലൂടെ ഇങ്ങോട്ട് വെള്ളം വരുന്ന സമയത്ത് ആ ടാപ്പിന്റെ അറ്റം നമ്മൾ കുറച്ച് സമയം ഇങ്ങോട്ട് പൊത്തിപ്പിടിക്കുന്നു. കുറച്ച് സമയം ഇങ്ങോട്ട് പൊത്തിപ്പിടിച്ചാൽ എന്തായിരിക്കും?
നമ്മുടെ കൈയിന്റെ സൈഡിലൂടെയൊക്കെ വെള്ളം അങ്ങോട്ട് ഒഴുകും അല്ലേ. ഇനി നമ്മളവിടെ ചെറിയൊരു ക്യാപ്പ് ഇട്ടാണെങ്കിലോ കുറച്ച് സമയത്ത് കഴിയുമ്പോഴത്തേക്ക് ആ ക്യാപ്പ് അങ്ങോട്ട് പൊട്ടി വെള്ളം ചീറി പുറത്തേക്ക് വരും അല്ലേ. അപ്പൊ ആദ്യം പൊട്ടി പുറത്തേക്ക് വരുമ്പോൾ എന്തായിരിക്കും, ഭയങ്കര സ്പീഡിലായിരിക്കും വരിക. പിന്നീട് അത് നോർമലാവും. അത്ര തന്നെ ഉള്ളൂ നമ്മുടെ അവസ്ഥ. അത്രയേ ഉള്ളൂ. ആ നമ്മളാണ് നമ്മുടെ ജീവിതത്തെ എന്തൊക്കെയോ ആക്കി മാറ്റി എങ്ങനെയൊക്കെയോ ആയി പോകുന്നത്. ഓക്കെ, ഇൻഷാല്ല നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി നമുക്ക് 21 ഡേയ്സ് കഴിഞ്ഞാൽ ഇൻഷാല്ല അള്ളാഹുവിന്റെ തൗഫീക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ഫോർഗീവിന്റെയും കൂടി തെറാപ്പി നമുക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? താല്പര്യമുള്ളവർ, ആഗ്രഹിക്കുന്നവർ റെക്കോർഡ് കേൾക്കുന്ന കൂട്ടത്തിൽ നിന്നും നിങ്ങൾ ലൈവിലേക്ക് വരാൻ നോക്കണം എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. കാരണം നിങ്ങൾക്ക് ക്ലാസ് എന്ന് പറയുന്നത് ഇഷ്ടംപോലെ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടും. എൻ്റെ ക്ലാസ്സിനേക്കാളും എത്രയോ എത്രയോ പതിന്മടങ്ങ് ബെനിഫിറ്റ് ഉള്ള എത്രയോ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെയും അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലയിലുള്ള പണ്ഡിതന്മാരുടെ ക്ലാസ്സസ് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ കിട്ടും. അതിന് വേറെ എവിടെയും പോവേണ്ട ആവശ്യമില്ല. പക്ഷേ ആ ക്ലാസ് ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും കേൾക്കുമ്പോഴൊക്കെ നമുക്കൊരു ആനന്ദം അഭിലാഷമൊക്കെ തോന്നുന്നുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ അപ്ലൈ ചെയ്യണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും നമുക്കിത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം നമുക്ക് അതിനെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് മാറ്റം വേണം, നമ്മുടെ അകത്തേക്ക് മാറ്റം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തെറാപ്പി ചെയ്യണം. അതുകൊണ്ട് മക്കളെ, എൻ്റെ വോയിസ് കേൾക്കുന്ന റെക്കോർഡിൽ ഇരുന്ന് കൊണ്ട് വോയിസ് കേൾക്കുന്നവരോടാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ വന്ന് ലൈവിലിരിക്കുക. ലൈവിലിരുന്ന് കൊണ്ട് നമ്മുടെ ആ ഒരു പ്രോസസ്സ് രാവിലെ ചെയ്യുന്ന വെറും 10 മിനിറ്റിന്റെ ഉള്ളിൽ ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ഇത് നിങ്ങൾക്കുള്ളതാണ്, നമുക്കുള്ളതാണ്, എനിക്കും നിങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ മാറ്റത്തിലേക്ക് കൊണ്ടുവരിക. ഇൻഷാ അല്ലാ നിങ്ങൾ ഈ ഒരു പ്രോസസ്സിലൂടെ പോയാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അല്ലാതെ വെറുതെ നിങ്ങൾ യൂട്യൂബ് ക്ലാസ് കേട്ടുകൊണ്ട് നിങ്ങൾ അതിലൊന്ന് ഒന്ന് വിലയിരുത്തും. എന്താണ് നല്ല പ്രസന്റേഷൻ, അതല്ലെങ്കിൽ ഒന്ന് വിലയിരുത്തും എന്താണ് ഇപ്പൊ ഇതിനേക്കാളൊക്കെ എത്ര നല്ല ക്ലാസ് കിട്ടുന്നുണ്ട് വേറെ എന്നൊക്കെയുള്ള രീതിയിൽ എന്താണോ നിങ്ങൾക്ക് കിട്ടിയത് അതിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് മാറ്റം വേണോ? നിങ്ങൾ നിങ്ങൾക്ക് വിശന്നാൽ നിങ്ങൾ ഭക്ഷണം കഴിക്കണ്ടേ? നിങ്ങൾക്ക് വിശന്നിരിക്കുന്ന സമയത്ത് ഒരു യൂട്യൂബിൽ കയറിക്കൊണ്ട് നല്ല ഫുഡ് റെസിപ്പി നോക്കിയാൽ നിങ്ങളെ വയറെന്നറിയോ? കാണാൻ നല്ല ഫുഡ് റെസിപ്പിയാണ് അല്ലേ? ഇതങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വയറെന്നറിയോ? നിങ്ങളവിടെ ആക്ഷൻ എടുക്കണ്ടേ? നിങ്ങൾ ആ റെസിപ്പി നോക്കിയിട്ട് ജസ്റ്റ് ഫുഡ് ഉണ്ടാക്കുകയെങ്കിലും ഉണ്ടാക്കിയിട്ട് അത് കഴിക്കുകയും വേണ്ടേ? പിന്നെ നിങ്ങൾ ഉണ്ടാക്കാൻ പോയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷോപ്പിൽ പോയി അത് വാങ്ങിയാൽ മാത്രം മതിയോ? അത് നിങ്ങൾ നിങ്ങളുടെ കൈ കൊണ്ട് എടുത്ത് വായിലിട്ട് ചവച്ച് അരക്കണ്ടേ? എന്നിട്ടതിനെ ഇറക്കി കൊടുക്കണ്ടേ? എന്നാൽ മാത്രമല്ലേ നിങ്ങളുടെ വിശപ്പ് മാറുള്ളൂ. അല്ലാതെ അത് കണ്ടത് കൊണ്ട് മാറില്ല, അത് തൊട്ടത് കൊണ്ട് മാറില്ല, അത് എടുത്തത് കൊണ്ട് മാറില്ല, അത് വായിലിട്ടത് കൊണ്ട് മാറില്ല, അത് ചവച്ചത് കൊണ്ട് മാറില്ല. പകരം എന്ത് വേണം? ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ അതിനൊന്നും നമ്മുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഇറക്കി കൊടുക്കണം. നമ്മുടെ ആമാശയത്തിന്റെ അകത്തേക്ക് അതിനെ നിന്നിട്ട് ഇറക്കി കൊടുക്കണം അല്ലേ? അതേപോലെ തന്നെയാണ് മക്കളെ, നിങ്ങൾ എൻ്റെ ക്ലാസ് അല്ല യൂട്യൂബിൽ നിന്നുള്ള ഏത് ക്ലാസ്സിൽ കേട്ടാലും നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവില്ല. നിങ്ങൾക്കത് മാറ്റം ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി കിച്ചണിൽ കയറേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഏർണിങ്സ് നിങ്ങൾക്ക് ഫുഡിന് വേണ്ടി ചെലവഴിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഫുഡിന്റെ ഫോട്ടോയും ഫുഡിന്റെ വീഡിയോസും നോക്കി അങ്ങോട്ട് ഇരുന്നാൽ മതി. അതുകൊണ്ട് മാറ്റം വേണോ? തെറാപ്പി ചെയ്യാം. ഇത്രയും എൻ്റെ മക്കളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളൂ. എൻ്റെ വോയിസ് കേൾക്കുന്ന ഓരോരുത്തരുടെ അടുത്തും ഞാൻ പറയുന്നത് ഈ ഒരു സംഭവം മാത്രമാണ്. ഇൻഷാ അല്ലാ നമ്മുടെ ലിങ്കില് 200ന്റെ അടുത്ത് ആളുണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പില്. പക്ഷെ സൂമിൽ വരുന്നുള്ളത് വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രം എന്ന് കാണുമ്പോൾ നല്ല സങ്കടമുണ്ട്. ഇപ്പം എൻ്റെ വോയിസ് റെക്കോർഡ് കേൾക്കുന്ന നിങ്ങൾ ആരാണെങ്കിലും ശരി, നിങ്ങൾ നാളെയുള്ള നമ്മുടെ ലൈവ് ക്ലാസ്സിലേക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങുക. നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്ന് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളുടെ അടുത്ത് ഓർമ്മിപ്പിക്കുകയാണ്. അതിലുപരി നിങ്ങൾക്ക് ഇവിടെ വരുന്ന സമയത്ത് ഒരുപാട് ഓഫറുകൾ ലഭിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ അതെല്ലാം കൊണ്ടുവരാനും എനിക്ക് എൻ്റെ ജീവിതത്തിലും അതേപോലെ അത് കേൾക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലും അത് പകർത്താനും വേണ്ടി പറ്റട്ടെ. ഇൻഷാ അല്ലാ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിച്ചോളൂ, അതില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പതിവ് ഞാൻ ഓർപ്പിക്കുകയാണ്, നിങ്ങളുടെ ഫീഡ്ബാക്ക് കുറയുന്നുണ്ട്. ഓരോ ദിവസവും നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണം.
നിങ്ങൾ ഒരു ദിവസം ഭക്ഷണം കഴിച്ചാൽ പിറ്റേ ദിവസം നിങ്ങൾ വിശന്നിരിക്കുകയല്ല ചെയ്യണുള്ളത്. ഇതുപോലെ തന്നെ നിങ്ങൾ ഓരോ ദിവസവും ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ ആ ദിവസത്തിൽ കിട്ടിയ ടേക്ക് അവേസ് അത് നിങ്ങൾ, അല്ലാതെ വെറും ക്ലാസ് നന്നായിരുന്നു നല്ല അങ്ങനെയല്ല, എന്താണോ നിങ്ങൾക്ക് ലഭിച്ചത്. കാരണം ഇവിടെ കയറിയിരിക്കുന്ന ഓരോരുത്തർക്കും ലഭിച്ചത് വ്യത്യസ്തമായിരിക്കും. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണോ ലഭിച്ചത്, നിങ്ങൾ ആ തെറാപ്പി എന്തിനു വേണ്ടിയിട്ടാണോ ചെയ്തുകൊണ്ടിരുന്നത്, ആ തെറാപ്പി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് റിസൾട്ടാണ് ഉണ്ടായത്, ക്ലാസ് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീലാണ് ഉണ്ടായത്, അങ്ങനെ നിങ്ങൾക്കുണ്ടായ ഫീലിങ്സ് ആയിരിക്കണം നിങ്ങൾ അറിയിക്കേണ്ടത്. അതായത് കോമൺ ആയിട്ട് ക്ലാസ് നന്നായിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു എന്നുള്ളൊരു റിസൾട്ടിനപ്പുറത്തേക്ക് ആ ഒരു രീതിയിലുള്ള ഫീഡ്ബാക്ക് തന്നെ എല്ലാവരും അറിയിക്കണം. എന്തായാലും ഇൻഷാല്ല അങ്ങനെ ഫീഡ്ബാക്ക് കുറച്ച് പേരൊക്കെ അറിയിക്കുന്നുണ്ട്. എല്ലാവരും അങ്ങനെ ഒരു ക്ലാസ് ഫീഡ്ബാക്ക് അറിയിക്കണമെന്ന് ഞാൻ വീണ്ടും വീണ്ടും ഓർപ്പിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇൻഷാല്ല അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളുടെ എല്ലാവരുടെയും ദുആയിലുണ്ടായിരിക്കണം. നമുക്ക് നാളെ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇൻഷാല്ല വീണ്ടും കാണാം. നാളെ കൂടുതൽ ആളുണ്ടാവട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോട് കൂടി